ഹായ് എവരിവൺ, ഞാനിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ ടെസ്കോയിൽ നിന്ന് കിട്ടുന്ന നാരങ്ങ വെച്ച് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് പഴുത്തതാണ്. അത് ഞാൻ മേടിച്ചിട്ട് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ അത് ഇച്ചിരി പഴുത്തോളും. അതിനുശേഷം ഞാൻ ഇതിൻ്റെ തൊലി കുറച്ച് പീൽ ചെയ്യാൻ പോവാണ്. ഇത് കണ്ടോ, ഞാനിങ്ങനെ ഇവിടുന്നുമായിട്ട് ഈ നാരങ്ങയുടെ തൊലി കളഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ കിട്ടുന്ന നാരങ്ങയാണെങ്കിൽ അതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്, അതിന് കയ്പമാണ്. സോ എനിക്ക് അതുകൊണ്ട് അത് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പീൽ ചെയ്ത് കളയും. ഓക്കെ, പിന്നെ നമുക്കിതിനെ സ്ലൈസ് ചെയ്ത് 4 6 സ്ലൈസാക്കി മാറ്റാം. ഞാൻ 6 ആക്കിയാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ്. ഞാൻ ആക്ച്വലി 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നാരങ്ങ മൊത്തം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15-20 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇങ്ങനെ വെക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് അതിൽ നാരങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ അത് ഇച്ചിരിയും കൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കണം. ഓക്കെ, ഞാൻ ഒരു ഇഞ്ചിയും ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി മുറിച്ചിട്ട് വരാം. ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ സ്ലൈസാക്കി മാറ്റാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ്. ഞാൻ സാധാരണ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് എൻ്റെ നല്ലെണ്ണ തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് അച്ചാറിന് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കടുക്, ഉലുവ, ഉണക്കമുളക്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇടാം. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇടുന്നുണ്ട്. നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് ഉലുവയാണ്. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് ഉണക്കമുളകാണ്. ഒരു 3-4 ഉണക്കമുളക്. ഇപ്പം ഞാൻ 4 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇടുക എന്നാണ്. നെക്സ്റ്റ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇടാം. ഉപ്പ് നമ്മുടെ ഒരാവശ്യത്തിന് അതെനിക്ക് തോന്നുന്നു നമുക്ക് ഓരോരുത്തർക്കും കുറയ്ക്കാതിരിക്കുന്നത് നമുക്കറിയാമായിരിക്കും. നമ്മുടെ വീട്ടുകാരെന്തോരം കഴിക്കും. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നന്നായിട്ടൊന്ന് കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച മണമൊക്കെ മാറി ചെറുതായിട്ട് വരണ്ട് വരുമാനം വരെ മതി. കാരണം ഇത് അധികം മുരിഞ്ഞിട്ട് നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. എങ്കിലാണ് ആ അച്ചാറിന് ആ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതേ സമയത്ത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഈ 3 എടുത്ത് വയ്ക്കുകയാണ്. ഞാൻ അച്ചാർ പൊടി ഒന്നും ഇടാറില്ല അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും. പിന്നെ ഇഞ്ചി നമ്മുടെ കടുകും ഉലുവയും പൊടിച്ച പൊടി ഞാൻ ഇടാറുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റ് വരുന്നതെങ്കിൽ നമ്മുടെ കടുകും ഉലുവയും കൂടെ പൊടിച്ചിടുകയാണെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോട്ടായി നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് മസാല ഇടാം. സോ മുളക് പൊടി ഇടുകയാണ്. ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. 2 1/4
സ്പൂൺ മുളക് പൊടി. ഓക്കെ, 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി അരി പിടിക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സമയത്ത് നന്നായിട്ട് കുറച്ച് വെക്കണം. ഞാനിത് 3-ലാണ് വെച്ചേക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടിയുടെ അളവ് 2 മുറി കായപ്പൊടി. അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും കായപ്പൊടിയാണ് ഇടുന്നത്. ഇളക്കിയിട്ട് നമുക്ക് ഇതിൽ ടേസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ നമ്മൾ ഇട്ട് വെച്ച പാത്രമില്ല, അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അപ്പോൾ അവിടെ പറ്റിയിരിക്കുന്ന മുളക് പൊടിയൊക്കെ നമുക്ക് ഒന്നുകൂടെ അരിച്ചെടുക്കാം. ആ വെള്ളം കൂടെ നമ്മൾ ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കും.